നാളെയാണ് കേന്ദ്ര ബഡ്ജറ്റ് അവതരണം. 2026-27 സാമ്പത്തിക വർഷത്തെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിഗതികൾ കൂടുതൽ നിർണായകമാകുന്നത് നാളെയാണ്. നാളത്തെ ഒരു ദിവസം വളരെയധികം ആകാംക്ഷഭരിതരായി തന്നെയാണ് ഇവിടെ കേരളത്തിലടക്കമുള്ള എല്ലാവരും ഉറ്റുനോക്കുന്നത്. കേരളമാകട്ടെ 29 ആവശ്യങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആയതിനാൽ തന്നെയാണ് ഇത്രയധികം ആകാംക്ഷഭരിതരായി തന്നെ ബഡ്ജറ്റിനെ ഉറ്റുനോക്കുന്നതും. ഇത്തവണയും കേരളത്തെ കൂടുതലായി തന്നെ പരിഗണിക്കുമോ എന്ന പ്രതീക്ഷയാണ് എല്ലാവരും വെച്ചു പുലർത്തുന്നത്. മാത്രമല്ല, സംസ്ഥാന ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ കേന്ദ്രത്തിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ധനമന്ത്രി വലിയ രൂക്ഷമായ വിമർശനമാണ് അഴിച്ചുവിട്ടത്. കേന്ദ്രം ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അവിടെ ആ ബഡ്ജറ്റ് അവതരണം നടത്തിയത്. ആയതിനാൽ തന്നെ കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം പരിഗണിക്കുമോ എന്നതാണ് ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ ഉയരുന്നത്. നിരന്തരം കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി തന്നെ ഞെരുക്കുന്നു എന്ന ആക്ഷേപത്തിന് അല്ലെങ്കിൽ ഇത്തരം ഒരു വിമർശനം ഉയരുന്നതിന് ഇനി സ്ഥാനമില്ല എന്നതായിരുന്നു പൊതുജനങ്ങൾ വിലയിരുത്തിയതും. കേരളത്തെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ തന്നെ ഇത്തവണത്തെ ആ ഒരു ബഡ്ജറ്റ് ആകട്ടെ അതിൽ കാര്യമായ പരിഗണന തങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നതും. കേന്ദ്ര ബഡ്ജറ്റിൽ പരിഗണിക്കാനായി തന്നെ 29 ആവശ്യങ്ങളുടെ നീണ്ട പട്ടിക സംസ്ഥാന സർക്കാർ കേന്ദ്രമന്ത്രിക്ക്, അതായത് കേന്ദ്ര ധനമന്ത്രിക്ക് നൽകുകയും ചെയ്തിരുന്നു. വിഴിഞ്ഞം പദ്ധതിയുടെ അനുബന്ധ വികസനങ്ങളായ റെയിൽ കണക്ടിവിറ്റി, വ്യവസായ ഇടനാഴി, മാരിടൈം ക്ലസ്റ്റർ, ഗ്രീൻ ഹൈഡ്രജൻ ഹബ്, അതേപോലെ തന്നെ സീ ഫുഡ് പാർക്ക്, ലോജിസ്റ്റിക് ആൻഡ് ഫിഷ് ലാൻഡിംഗ് സെന്റർ, ഇതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. കേരളത്തിനായി തന്നെ 21,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് നൽകുന്നത്. അതേപോലെ തന്നെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഇടനാഴി, റബ്ബർ അധിഷ്ഠിത എഞ്ചിനീയറിംഗ്, ഭക്ഷ്യ സംസ്കരണം, സമുദ്രോൽപ്പന്ന, മത്സ്യാധിഷ്ഠിത ശൃംഖലകളുടെ ശാക്തീകരണം എന്നിവയ്ക്ക് കൂടുതൽ പദ്ധതികൾ ഊന്നൽ നൽകുന്നുണ്ട്. ഇതുപോലെ തന്നെ വലിയ രീതിയിൽ ചില ഹബ്ബുകൾ വികസിപ്പിക്കുന്നതിനായുള്ള പദ്ധതികളും ഇതിലൂടെ തന്നെ പറയുന്നു. വിഴിഞ്ഞം, ചവറ, കൊച്ചി തീരമേഖലയെ ബന്ധിപ്പിച്ചുകൊണ്ട് റെയിൽ ഹെൽത്ത് ഇതും ഇതിൽ പരിഗണിക്കുന്നതാണ്. മനുഷ്യ-മൃഗ സംഘർഷം കുറയ്ക്കുവാനും കൃഷിനാശം തടയാനുമുള്ള പദ്ധതികൾക്കായി തന്നെ 1000 കോടി രൂപയുടെ പ്രത്യേക സഹായം, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം ഉറപ്പാക്കുവാനും പ്രവാസികളെ നാട്ടിൽ പുനരധിവസിപ്പിക്കുവാനും പ്രത്യേക പാക്കേജുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നെല്ല് സംഭരണം കേന്ദ്രങ്ങളും മില്ലുകളും അതുപോലെ ഇത്തരത്തിലുള്ള ഇത് സ്ഥാപിക്കുന്നതിലും സപ്ലൈകോയ്ക്ക് 2000 കോടി രൂപയും 1000 കോടി രൂപ നിക്ഷേപിച്ച റബ്ബർ വിലസ്ഥിരത ഫണ്ട് രൂപീകരണം, തേയില, കാപ്പി പോലുള്ള സുഗന്ധദ്രവ്യങ്ങളുടെ എല്ലാം തുടങ്ങിയ പദ്ധതികൾ ഒരു പ്രത്യേക പാക്കേജാണ് ഇതിലൂടെ അടങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ കേരളമാകട്ടെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടുത്ത ദിവസം രാവിലെ 11 മണിക്കാണ് പാർലമെന്റിൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 9ാം തവണയിലുള്ള ബഡ്ജറ്റാണിത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ജനപ്രിയ പ്രഖ്യാപനങ്ങളോടൊപ്പം തന്നെ കേരളത്തിന്റെ റെയിൽവേ വികസന സ്വപ്നങ്ങൾക്ക് ബഡ്ജറ്റ് പച്ചക്കൊടി കാട്ടുമോ എന്നതാണ് ഇപ്പോൾ സംസ്ഥാനം ഉറ്റുനോക്കുന്നത്. അതേപോലെ തന്നെ സിൽവർ ലൈൻ പദ്ധതി അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിൽ മെട്രോമാനായ ഇ ശ്രീധരൻ നിർദ്ദേശിച്ച പുതിയ റെയിൽ പദ്ധതിക്ക് കേന്ദ്രം തുക വകമാറ്റുമോ എന്നതാണ് ഇപ്പോൾ കേരളത്തിന്റെ പ്രധാന ആകാംക്ഷയായി തന്നെ പറയുന്നത്. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാലൻ ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി തന്നെ 100 കോടി രൂപ അവിടെ നീക്കിവെച്ചതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ അനുകൂല തീരുമാനം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം ഈ തീരുമാനം അല്ലെങ്കിൽ ഇത്തരം ഒരു നീക്കം വന്നിരിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നതും. ആയതിനാൽ തന്നെ നാളെ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് കൂടുതലായി തന്നെ പ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ് കേരളം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.